നമുക്ക് സ്ഥിരമായി ഇൻസ്റ്റാഗ്രാമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന എൻക്വയറിയാണ് എല്ലാ വെരിക്കോസ് വെയിനും സർജറി ആവശ്യമുണ്ടോ എന്ന്. ഈ എല്ലാ വെരിക്കോസ് വെയിനും ആദ്യം തന്നെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല. സർജറി ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ട്. പക്ഷെ വെരിക്കോസ് വെയിൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സർജറി ഒഴിവാക്കാൻ പറ്റും. വെരിക്കോസ് വെയിൻ്റെ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ പറ്റും. അതായത് സ്ഥിരമായി നടത്തം ശീലാക്കുക, അതുപോലെ തന്നെ എക്സസൈസ് എടുക്കുക, വെയിറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ വെരിക്കോസ് വെയിന് വേണ്ടി ഡിസൈൻ ചെയ്ത കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഉണ്ട്. അത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു 8 to 10 മണിക്കൂർ ആ കംപ്രഷൻ സ്റ്റോക്സ് ഇടുകയാണെങ്കിലും വെരിക്കോസ് വെയിൻ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ വിശ്രമിക്കുന്ന സമയത്ത് കാല് പൊന്തിച്ച് കിടക്കുക. പക്ഷേ സർജറി ചെയ്യേണ്ട ഘട്ടങ്ങളുണ്ട്. അതായത് കാലിൽ കളർ വ്യത്യാസം വരിക, ഇടയ്ക്കിടയ്ക്ക് കാല് വേദന വരിക, കൂടുതലും ഉച്ചയ്ക്ക് ശേഷമാണ് വെരിക്കോസ് വെയിൻ്റെ വേദന കാലിൽ വരിക. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരിക, നീര് വരിക, മുറിവ് വന്നിട്ട് മുറിവ് ഉണങ്ങാണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഘട്ടങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സർജറിയാണ് ഒരു ഓപ്ഷൻ ആയിട്ടുണ്ടാവുക. അപ്പോൾ സർജറി തന്നെ പഴയ പോലെ ഓപ്പൺ സർജറി വേണമെന്നൊന്നുമില്ല. ഇപ്പോൾ സർജറി ഡേ കെയർ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് രാവിലെ വന്ന് പ്രൊസീജിയർ ചെയ്ത് വൈകിട്ടാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പ്രൊസീജിയേഴ്സൊക്കെ ഉള്ളത്. ലേസർ സർജറി ഉണ്ട്, ഗ്ലൂ തെറാപ്പി ഉണ്ട്, സ്ക്ലീറോ തെറാപ്പി ഉണ്ട്. ഇതെല്ലാം ചെറിയ ചെറിയ പ്രൊസീജിയറുകളാണ്. ഇത് നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാ വെരിക്കോസ് വെയിനും സർജറി ഒന്നും ആവശ്യമില്ല. എന്നാൽ സർജറി വേണ്ടി വന്നാൽ അത് പേടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല.